വന്ന എന്തിനാ വന്ന ഇതാണ് നമ്മളെ പുതിയ ഹോട്ടൽ. പുതിയതായത് തുടങ്ങിയ ഹോട്ടൽ. പഴയ ഹോട്ടലിൽ പോയി നോക്കാലോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളെ മിച്ചുവിൻ്റെ SLCൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മാർക്കാണ് SLCയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് കുറച്ച് ദിവസം മുന്നേ ട്രീറ്റ് തന്നതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ആണ് ഇടുന്നത്. അപ്പം മിച്ചുവിൻ്റെ ട്രീറ്റിൻ്റെ വകയായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കോട്ടിക്കുളത്തെ ലൂംസ് ബേക്ക് ഫുഡ് ബൈ ഉടുപ്പി വില്ലേജ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ ലൈറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഡെക്കറേഷനാണ് പുറത്ത് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഫോട്ടോ എടുക്കാനുള്ള ആംബിയൻസെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവിടെയെല്ലാം കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റിൽ പോകുന്നത് നമ്മളെ ലൂംസ് ബേക്സിൻ്റെ ബേക്കറി ഐറ്റംസെല്ലാം ബേക്കറി ചോക്ലേറ്റ് ഐറ്റംസെല്ലാം ഉള്ള ഇടയിലാണ് നമ്മൾ ഇരിക്കാനുള്ള സൗകര്യത്തിൽ പോകുന്നത് കേട്ടോ, റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പം നമ്മൾ കൂടെ ഉണ്ടായ 2 പേരാണ് നമ്മളെ വാതിൽ തുറന്ന് സ്വീകരിക്കുന്നത് കേട്ടോ, അവിടെ കൂടിയിട്ട്. അപ്പം നമുക്ക് ഹോട്ടലിലത്തെ എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് പോകുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ലിഫ്റ്റിൽ നിന്ന് കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല സൗകര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പാർട്ടി ഹാളും ഫാമിലി ആയിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് തിന്നാനുള്ള സൗകര്യമാണ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ. നല്ല അട്രാക്ഷനായിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യം തന്നെ കൈ കഴുകിട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി കൈയെല്ലാം കഴുകി നല്ല ആംബിയൻസെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻ്റാണ് ഇത് കേട്ടോ. അടുത്തായിട്ട് നമ്മളെ കോട്ടിക്കുളത്താണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ അവിടുത്തെ കാഴ്ച കേട്ടോ. അങ്ങനെ റൂമെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇരിക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെയെല്ലാം നല്ല മനോഹരമായ ഡിസൈനെല്ലാം ചെയ്തിട്ടുണ്ട്. മീത് സീലിങ്ങെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഒഴിവുള്ള റൂമെല്ലാം ഉണ്ട് കേട്ടോ. അതല്ല പാർട്ടി ഹാള് അങ്ങനത്തേലായിരിക്കും. ഞാനതൊന്ന് അന്വേഷിച്ചിട്ട് കേട്ടോ. കുറേ റൂമുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ഇരുന്ന അടുത്തുനിന്ന് നമ്മളെ പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. ആ സൈഡ് നമ്മളെ ഉടുപ്പി വില്ലേജിലത്തെ പുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. വെജിറ്റേറിയൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നല്ല ഫുഡെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയനെല്ലാം നോക്കി പറയാണ്. പിന്നെ നമ്മൾ അവിടെ എല്ലാവരും കൈ കഴുകിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയനും അനിയത്തിയുമാണ് എല്ലാം നോക്കി കാണുകയാണ്. പിന്നെ നമ്മൾ മെനു നോക്കലായി. ഇപ്പോൾ കാണുന്നത് ഓരോ നാളിൽ ഓരോരോ മെനുകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അവസാനം മെനുക്ക് വേണ്ടി എല്ലാവരും തല്ലായിട്ടോ. എനിക്ക് വേണം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും തല്ലാവുകയാണ്. മെനു കാർഡ് അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയന് കുറച്ച് കുസൃതിയെല്ലാം ഒപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബാറാന് ഫോണാണ് ഭയങ്കരത്തിൽ. പിന്നെ മറ്റവന് എന്താ പറയുന്നത് കേൾക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മെനു കാർഡ് കിട്ടി. അങ്ങനെ അതിൽ നോക്കി കുറച്ച് വെറുപ്പിക്കലാണ്. പിന്നെ ഞാനവിടെ ഒരു മൂലക്കാലം ഇരുന്നിട്ട് എന്താ പറഞ്ഞത്. പിന്നെ എൻ്റെ അനിയനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന നല്ല ക്യാമറയ്ക്ക് പോസ്റ്റെല്ലാം ചെയ്യാണ്. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇത് നമ്മളെ ചാനലത്തെ ലൈവാണ്. അപ്പോൾ ലൈവ് കാണാത്തവരാണെങ്കിൽ ലൈവ് ഇരിക്കുമോ. അതിനിടയിൽ മെനുവിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുന്ന എൻ്റെ അനിയനെ കണ്ടോട്ടോ. ഇങ്ങനെയെല്ലാം ഉണ്ടാളെ നിങ്ങൾ മെൻഷൻ ചെയ്യട്ടോ. ഇങ്ങനെ മെനുവിൻ്റെ ഫോട്ടോ എടുക്കുന്ന ചങ്കി നിങ്ങൾ മെൻഷൻ ചെയ്യട്ടോ. പിന്നെ നോക്കാൻ പറയുമ്പോൾ എല്ലാം അതിൻ്റെ നോക്കുന്നുണ്ട്. അത് ബാണായിട്ടല്ല, എല്ലാം നോക്കി ഇതാക്കി വെക്കുകയാണ്. പിന്നെ അവിടെ ഫുഡ് മെനുക്ക് വേണ്ടി ഭയങ്കരത്തിൽ ചർച്ചയാണ് കേട്ടോ. എന്ത് വേണം പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയിലാണ് ആപ്പയും ആമയും കേട്ടോ. ഭയങ്കര ചർച്ചയാണ്. ആ ചർച്ചൻ്റെ ഇടയിൽ ഞാനും മെനു നോക്കി എന്തെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്. ഏത് പറയണമെന്ന് ഡൗട്ടായിട്ട് കഴിഞ്ഞില്ല. ഇതാണ് നമ്മളെ ഫുഡ് എടുക്കാൻ വന്ന അവിടുത്തെ സ്റ്റാഫ്. പിന്നെ എല്ലാവരും ഒത്തു തീർപ്പാക്കി എന്ത് മെനു വേണമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം പറയുകയാണ്. പിന്നെ അവിടെയുള്ള സൗകര്യങ്ങളാണ് കാണിക്കുന്നത്. ഫുഡ് വരുമ്പോഴേക്ക് നമ്മൾ എല്ലാ സൗകര്യവും എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കാണിക്കുന്നത്. നല്ല
ഡിസൈനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ആംബിയൻസ് ആണ് ഉണ്ടായിരുന്നത്. പാർട്ടി ഹാൾ പോലെയാണ്. എത്ര പേർക്ക് വേണമെങ്കിലും അവരെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഫുഡെല്ലാം ഓരോന്നോരോന്നായിട്ട് വരാൻ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഫുഡെല്ലാം വന്ന് ബർഗറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ രണ്ടനിയനും അനിയത്തിയും ബർഗറാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ബർഗർ വന്നിട്ടുണ്ട്. ബർഗറിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടാണ് ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബർഗർ അവർ തിന്നുകയാണ് കേട്ടോ. അവർക്ക് എങ്ങനെയാണ് വെച്ചിട്ട് തിന്നേണ്ടത് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ബർഗർ എല്ലാം തിന്നു കേട്ടോ. ഈ ബർഗർ കഴിക്കുന്നത് നമ്മളെ ലത്തീഫാണ്. ലത്തീഫിനെ കാണാത്തവരാണെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ നോക്കുക. അതിലെല്ലാം ലത്തീഫ് ഉണ്ട് കേട്ടോ. ലത്തീഫ് ആരാണെന്ന് അറിയണ്ടേ? അതെൻ്റെ ചാച്ചാൻ്റെ മോനാണ് ലത്തീഫ്. അങ്ങനെ ഫുഡെല്ലാം ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് നല്ല ട്രെൻഡിങ് ഐറ്റമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് നെയ്ച്ചോറും കപ്പയും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ സീ ഫുഡ് ബക്കറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പൊറോട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സീ ഫുഡിലായ ഞണ്ട്, കൂന്തൽ, ചെമ്മീൻ, കല്ലുമ്മക്കായ എല്ലാം വെച്ചൊരു ഗ്രേവിയാണ് നമുക്ക് നെയ്ച്ചോറ് പൊറോട്ടേൻ്റെ കൂടെ ഒഴിച്ച് തന്നിട്ടുള്ളത്. അപ്പം ഇത് കഴിക്കാതാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാം. കഴിച്ചവരാണെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. കമൻറ്റിൽ പറയാം കഴിച്ചവരാണെങ്കിൽ. പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് എരിവെല്ലാം ഉണ്ടായിരുന്നു. നെയ്ച്ചോറും പൊറോട്ടയെല്ലാം ഉണ്ടായിരുന്നു. നല്ല മസ്റ്റ് ട്രൈ ആണ്. ഈ ഹോട്ടലിൽ പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ട്രൈ. ഇപ്പോൾ ട്രെൻഡിങ് ഐറ്റമാണ് സീ ഫുഡ് ബക്കറ്റ്. അപ്പം ആരും കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അപ്പം നല്ല അടിപൊളി ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് എണിച്ചപ്പോൾ നമുക്ക് കുനാഫ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുനാഫയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുനാഫയിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മുങ്ങാൻ വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് അതിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. നൈഫ് കൊണ്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നല്ല ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയില്ല. എന്തോ മാതിരിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല പാണ്ടായിരുന്നു. അപ്പോൾ അതിലും വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ നല്ല കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് പോയി കഴിഞ്ഞു. അവരെല്ലാം ലിഫ്റ്റിലേ വന്നു കേട്ടോ. ആൾ കുറേ ആയതുകൊണ്ട് ഒരു ലിഫ്റ്റിൽ വന്നു. ഞാൻ നടന്നിട്ടാണ് സ്റ്റെപ്പിലേക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് താഴത്തെ കാഴ്ചയാണ്. താഴെ കുറേ ആളെല്ലാം ഉണ്ടായിരുന്നു. നല്ല റഷെല്ലാം ഉണ്ടായിരുന്നു. റഷ്. പിന്നെ നമ്മൾ അതിലെ ബേക്കറിയാണ്. ഇനി ബേക്കറിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ബേക്കറി, ലൂംസ് ബേക്സ് ആണ്. അപ്പം അവിടുത്തെ കാഴ്ചകളും കാണാം. അവിടെ കുറേ തരം എന്തെല്ലാം ചിപ്സും ചോക്ലേറ്റും ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, കൂൾ ഡ്രിങ്ക്സും. അപ്പം അതെല്ലാം കാണാം കേട്ടോ. കുറേ ചോക്ലേറ്റ് നമ്മളെ അളവിൽ ഇട്ടിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം അത് തൂക്കിയിട്ടാണ് കൊടുക്കുന്നത്. കിലോ കണക്കിനാണ് ആ മിഠായികളെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നത്. അത് നല്ല റിച്ചും നമുക്ക് കാണാത്ത തരമുള്ള മിഠായിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നമുക്ക് കണ്ടതും കാണാതെ ആയിട്ടുള്ള കുറേ മിഠായും ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. ഇത് നമ്മളെ പലതരം ബേക്കറി ഐറ്റംസാണ്. ഹൽവ, കേക്ക്, ലഡു, പിന്നെ അങ്ങനത്തെ മൈസൂർ പാക്ക്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ബർത്ത്ഡേ കേക്കും എല്ലാം അവൈലബിൾ ആയിരുന്നു.
ഐറ്റംസ് കണ്ടിട്ടുണ്ടാവാനാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് പ്രത്യേക തരം എല്ലാമാണെന്ന് ഓരോന്നെല്ലാം പറഞ്ഞതിന് കേട്ടോ. ഇത് പാഡിയാണ്, 2-3 കളറിൽ പാഡിയെല്ലാം ഉണ്ട്. ഈ ചില്ലിക്കോട്ടിൽ നമ്മളെ കേക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. 1 കിലോനും 1/2 kg എല്ലാമാണ് കേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സാധനം എല്ലാം എടുത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ അവിടെ ഹാമ്പേഴ്സെല്ലാം ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഹാമ്പേഴ്സെല്ലാം. അതിനിടയിൽ എൻ്റെ അനിയനും അനിയത്തിമാരെല്ലാം കൂടിയിട്ട് പാഞ്ഞ് കളിക്കുകയാണ് അവിടെയെല്ലാം. പിന്നെ എല്ലാം വാങ്ങിച്ച ശേഷം നമ്മൾ പോവുകയാണ് കേട്ടോ. ഹോട്ടലിനോട് വിട പറഞ്ഞു കേട്ടോ. നമ്മൾ പെരക്കേക്ക് പോയാണ് ഫുഡെല്ലാം കഴിച്ചിട്ട്. അങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാറിൽ കയറാനാണ് പോകുന്നത്. അപ്പോൾ അനിയന് റോഡിൽ നടക്കുകയാണ് കേട്ടോ കാറിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ സ്ഥലം, കോട്ടിക്കുളത്താണ്, നിയർ പോലീസ് സ്റ്റേഷൻ, ബേക്കൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.